ഒരുപാട് അമ്മമാർ ഓരോ നേർച്ചയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട സമയത്ത് എനിക്ക് പൊങ്കാല കിറ്റ് കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി. നമസ്കാരം, ഞാൻ സുമി ബാലു, കാഞ്ഞിരംപാറ വാർഡിൻ്റെ കൗൺസിലറാണ്. ഈ വർഷം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എൻ്റെ വാർഡിലെ 1000 പേർക്ക് പൊങ്കാല കിറ്റ് കൊടുക്കുകയാണ്. നമ്മുടെ ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫസ്റ്റ് കിറ്റ് കൊടുക്കുന്നത് ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖ മേഡമാണ്. ഈ വർഷം ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇന്നലെ 2 മാസമായി ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് ആദ്യം വന്നത് പൊങ്കാലയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് അമ്മമാർ ഓരോ നേർച്ചയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട സമയത്ത് എനിക്ക് പൊങ്കാല കിറ്റ് കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഈ ആശയം പാർട്ടിയോട് പറഞ്ഞപ്പോൾ അവരും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് 1000 പേർക്ക് പൊങ്കാല കിറ്റ് എന്നുള്ള ആ ഒരു ആശയം വന്നത്. ഒരുപാട് പേർ കഴിഞ്ഞ 5 വർഷവും എന്നെ സഹായിച്ചത് എൻ്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയും അതോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരും ഒക്കെയാണ്. അപ്പോൾ ഈ പ്രാവശ്യവും അതേ രീതിയിൽ തന്നെ അവരുടെ സഹായത്തോടെ തന്നെയാണ് ഈ 1000 പൊങ്കാല കിറ്റും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട്. അതിന് ദൈവാനുഗ്രഹവും അവർക്കും ഉണ്ടായിരിക്കും. ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തന്നെ എൻ്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് ഈ ഡൽഹി യാത്രയും ബഡ്ജറ്റും ആണെങ്കിലും അതിൻ്റെ ഒരു വശത്തുകൂടി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കാൻ തൽപരരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ സഹായമുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ സഹായത്തോട് തന്നെ ആണ് കഴിഞ്ഞ 5 വർഷവും ഇനിയുള്ള വർഷങ്ങളിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കഴിഞ്ഞ 5 വർഷവും ഞാൻ കൗൺസിലറായിരുന്നു. ഇതുപോലെയുള്ള പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് തോന്നിയത് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ആസാദിക അമൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 75 സൈക്കിൾ പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 75 എണ്ണം കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും 56ഓളം സൈക്കിൾ എനിക്ക് കൊടുക്കാൻ പറ്റി. എൻ്റെ വാർഡിൽ തന്നെ 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ വാർഡിൽ കാഞ്ഞിരംപാറ LPS എന്ന് പറയുന്ന ഒരു സ്കൂളാണുള്ളത്. കഴിഞ്ഞ 5 വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ പഠനോപകരണങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ ബാഗ്, ബുക്ക്, ടിഫിൻ ബോക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കൊറോണ സമയത്ത് 25ഓളം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ നല്ല രീതിയിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്ലാനിങ് ആയിട്ടില്ല. ഇത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുകയാണ്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഇല്ല. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു പോകും.